റീസെന്റ് തമിഴിൽ നിന്ന് റിലീസായ ഒരു ത്രില്ലർ മൂവിയാണ് മാർഗൻ. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ത്രില്ലർ മൂവീസ് ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു അപ്രോച്ച് ഈ ഒരു മൂവിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ലോജിക്കും ബാക്കിയുള്ള പരിപാടി നോക്കാതിരിക്കുവാണെങ്കിൽ നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഈ ഒരു മൂവിക്ക് തരാൻ സാധിക്കും. അല്ലാതെ എൻ്റെ മൂവിയിൽ ലോജിക്കലി പല കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഒരിക്കലും ഈ ഒരു മൂവി വർക്ക് ആവത്തില്ല. പക്ഷേ ഈ ഒരു മൂവിയുടെ സ്റ്റൈലിലും അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രസന്റേഷനും സ്റ്റോറി ടെല്ലിംഗിലൊക്കെ നമ്മൾ അങ്ങ് ബ്ലെൻഡ് ആയി പോവുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ഫീൽ തരുന്ന ഒരു സിനിമ തന്നെയാണ്. എൻ്റെ മൂവി ഒരു ത്രില്ലർ മോഡിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റും കൂടി സിനിമ മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ രണ്ട് കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള ലോജിക്കും അല്ലെങ്കിൽ ഈ ഒരു ത്രില്ലറിലോട്ട് സൂപ്പർ നാച്ചുറൽ എലമെന്റ് വരുമ്പോൾ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ അത് ഇങ്ങനെയൊക്കെ വർക്ക് ആവുമോ എന്നൊക്കെ ചിന്തിക്കാൻ പോയാൽ ഒരിക്കലും ഈ സിനിമ വർക്ക് ആവത്തില്ല. അതിഗംഭീരമായിട്ടുള്ള ഒരു കിടിലം ത്രില്ലർ മൂവി ഇതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗിലും പ്രസന്റേഷനിലും വളരെ നൈസ് ആയിട്ട് തന്നെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ദിവസം ചെന്നൈ സിറ്റിയിൽ ഒരു ഡെഡ് ബോഡി കിട്ടും. ആ ഡെഡ് ബോഡി ഇങ്ങനെ ഫുള്ളി ബ്ലാക്ക് കളറായിട്ടാണ് ഇരിക്കുന്നത്. സോ അതിന്റെ ബാക്കിലുള്ള സീക്രട്സ് എന്താണ് അല്ലെങ്കിൽ ആ ഒരു ബോഡി എങ്ങനെയാണ് ആ ഒരു കണ്ടീഷനിലോട്ട് മാറിയത് അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് സിനിമ സംസാരിക്കുന്നത്. ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുന്ന ഓഫീസർ ആയിട്ടുള്ള വിജയാനിയുടെ ക്യാരക്ടറും ആ ഒരു സെയിം സിറ്റുവേഷൻ കടന്നു പോയിട്ട് ഒരാൾ തന്നെയാണ്. മറ്റുള്ള ഡെഡ് ബോഡീസ് പോലെ ഫുള്ളി ബ്ലാക്ക് ആയിട്ടില്ല, എന്നാലും തന്റെ ബോഡി പകുതിയും ബ്ലാക്ക് ആണ്. സോ അതെങ്ങനെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ബോഡി ബ്ലാക്ക് ആവുന്ന എല്ലാവരും മരിച്ചിട്ടുണ്ട്, പക്ഷേ വിജയാനിന് മാത്രം മരിച്ചിട്ടില്ല. സോ അതങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ അതിന്റെ ബാക്കിലുള്ള ഇൻവെസ്റ്റിഗേഷനും ആ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ കൂടെ തന്നെ ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഒരു എലമെന്റ് കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ആ ഒരു പ്രസന്റേഷൻ നൈസ് ആയിരുന്നു. ആ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് അധികം ബോറടിപ്പിക്കാതെ അല്ലെങ്കിൽ അധികം ഓവറാക്കാതെ ആ ഒരു വിത്തിൻ ആ ഒരു ലിമിറ്റിന്റെ അകത്ത് നിന്നാണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓവറോൾ ഈ ഒരു മൂവി ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിഗംഭീരമായിട്ടുള്ള കിടലം ത്രില്ലർ മൂവി എന്നൊന്നും പറയുന്നില്ല, പക്ഷെ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് എന്ന മൂവി തന്നെയാണ്. ആൻഡ് എല്ലാവർക്കും ഈ ഒരു മൂവി വർക്കാവും ചോദിച്ചാൽ ഒരിക്കലും എനിക്കത് പറയാൻ പറ്റത്തില്ല. കാരണം ദിസ് മൂവി ഇസ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. കാരണം ഈ ഒരു മൂവി ഒരു പക്ക ത്രില്ലർ മൂവി അല്ല. ഒരു രാക്ഷസനും അഞ്ചാം പാതിരയും അങ്ങനത്തെ ലെവൽ ഓഫ് മൂവി പ്രതീക്ഷ ഒരിക്കലും പോരുത്. ഈ ഒരു മൂവി ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ച് ആണ്, ഒരു എക്സ്പീരിയൻഷ്യൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. സോ ആ ഒരു രീതി നോക്കുവാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് എന്ന മൂവി തന്നെയാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.